നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്കിൽ നമുക്ക് പോയാലോ? നല്ല രസമുള്ള സ്ഥലമാണ്, കയറാൻ പറ്റില്ല. നമ്മൾ കോട്ടേക്കാടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ വന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പൊ അലങ്കാരത്തിന് നോക്കണ പുല്ലൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാകും. ഈ പരിസരത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വന്ന് ഇവിടുന്ന് ഈ പുല്ലൊക്കെ കുറച്ച് നമുക്ക് വില കൊടുത്ത് കഴിക്കുന്ന പുല്ലാണ് ഈ പാടത്ത് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വീണ്ടും സൗണ്ട് കേൾക്കുന്നില്ല എല്ലാരും? ഈ ബോട്ടിൽ ഞങ്ങൾക്ക് ഉടമ്പളത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു ഇപ്പോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക നന്ദിയുണ്ട്. അതിന് മഴ പെയ്യുന്നല്ലോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കാട്ടിലേക്ക് പോകുന്നത്. ഇവിടെ കാട്ടുപൂച്ച, കാട്ടുകോഴി, കറ്റാമ്പുലി, കുറുക്കൻ ഒക്കെ ഉണ്ടെന്നാണ് ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. ഈ പോണ വഴിക്ക് കുറച്ച് കാട്ടുപഴങ്ങളൊക്കെ ഞങ്ങൾ കണ്ടേ. കഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. എത്തണതൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു, പക്ഷെ കഴിച്ചില്ല. കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ പറഞ്ഞ കാടെത്തി 1 കിലോമീറ്ററോളം നടന്നാട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ നമുക്ക് കയറി നോക്കാം. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. മിയാവാക്കി ഫോറസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ മരങ്ങളൊക്കെ ആട്ടോ ഇവിടെ നിൽക്കുന്നത്. മിയാവാക്കി ഫോറസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്ഥലത്ത് നമ്മൾ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു കാട് തന്നെ ക്രിയേറ്റ് ചെയ്യും. ആ കാട്ടിൽ നമ്മുടെ കിളികൾ, പറവകളൊക്കെ വരികയും നമുക്ക് കാടിൻ്റെ തന്നെ ഒരു ഫീല് നമുക്ക് നൽകുകയും ചെയ്യും. ഇത് ശരിക്കും പ്രകൃതിക്ക് നല്ലൊരു കാര്യമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫോറസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ നടന്ന് ഒരു കുളത്തിൻ്റെ അടുത്തെത്തിയേ. ഇവിടെ ഒരു മോട്ടോർ പേരൊക്കെ കാണുന്നുണ്ട്. നല്ല നീല വെള്ളമാണ്, ഒത്തിരി വെള്ളമുണ്ട് ഇവിടെ. ഇതിനപ്പുറത്തേക്ക് ഭയങ്കര കാടാണ്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോകണില്ല, തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ കുറച്ച് ചിത്രശലഭങ്ങളെയും കിളികളെയൊക്കെയാണ് കണ്ടുള്ളൂ. കുറുക്കനെയൊന്നും കണ്ടില്ല. കുറുക്കനൊക്കെ ചിലപ്പോൾ ആ വലിയ കാട്ടിലായിരിക്കും.
ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് കേട്ടാ. ഫുഡൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കണേ. എങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഈ കാണുന്നത് നീലക്കോഴിയും അതിൻ്റെ 2 കുഞ്ഞുങ്ങളുമാണ്. ഇനി നമുക്ക് മീൻ പിടിക്കാം. മിത്രം. അപ്പം നമ്മുടെ മിത്രം. മീൻ പിടിച്ചേ ചൂണ്ടാടണ്. കിട്ടിയിട്ടുണ്ട്. മീൻ്റെ കുഞ്ഞിനെയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണത്. കരിമീൻ. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ആൻസിൽ, ദിയ, സിയ, അക്യൂന, ജോയൽ. ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇവിടേക്ക് നിറയെ ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി വരാറുണ്ട്. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ